പാലക്കാട് കൊട്ടിക്കലാശത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചരണം ശക്തമാക്കി മുന്നണികൾ. സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസ് എത്തിയതോടെ മത്സരം ചൂടുപിടിച്ചിരിക്കുകയാണ്. ഇവിടെ ഇരട്ട വോട്ട് ആരോപണവും മണ്ഡലത്തിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അവസാന ലാപ്പ് പ്രചരണത്തിനായി മണ്ഡലത്തിലുണ്ട്. അതിൻ്റെ സന്ദീപ് വാര്യർ ഇന്ന് പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി അജയ് നാഥ് ചേരുകയാണ്. അജയ് ഈ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാണുന്നത് അല്ലെങ്കിൽ പാലക്കാട് മണ്ഡലം ഈ ഉപതെരഞ്ഞെടുപ്പിൽ കാണുന്നത് പോലെ നാടകീയമായ കാഴ്ചകൾ മറ്റൊരു മണ്ഡലത്തിലും ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിച്ചു എന്ന് വരികയില്ല. ഈ പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിലായി സന്ദീപ് വാര്യരുടെ ഒരു കൂടുവിട്ട് കൂടുമാറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സന്ദീപ് എന്താണ് അണികളോട് പറയുക, കോൺഗ്രസിൻ്റെ അണികളോട് പറയുക, അല്ലെങ്കിൽ പൂർവാശ്രമത്തിലെ തൻ്റെ സംഘടനയിലെ അണികളോട് വിസ്തീർണം നടത്തുക, ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു 2 ദിവസത്തെ സമയം കൂടിയാണ് പാലക്കാടിൻ്റെ ജനമനസ്സ് അറിയുന്നതിന്. സ്വപ്ന, തീർച്ചയായും പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് ആരംഭിച്ച ഘട്ടം മുതൽ ഏറെ ചർച്ചകൾക്ക് വിധേയമായ ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് മണ്ഡലം. ആ മണ്ഡലത്തിൽ ഓരോ ഘട്ടത്തിലും ഓരോ വിവാദങ്ങൾ ഈ മണ്ഡലത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിലെല്ലാം പല പല വിവാദങ്ങൾ വന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഇരട്ട വോട്ട് ആരോപണം വന്നു, വ്യാജ വോട്ട് ആരോപണം വന്നു. ഏറ്റവും ഒടുവിലാണ് അപ്രതീക്ഷിതമായി കോൺഗ്രസിൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുന്നത്. കോൺഗ്രസ് ഇത്തരത്തിൽ സന്ദീപ് വാര്യരെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുന്നു. ഇപ്പോൾ സന്ദീപ് വാര്യർ എന്താണ് പറയുന്നത്, സന്ദീപ് വാര്യരെ സംബന്ധിച്ചായിരിക്കും ഇന്ന് പ്രധാനമായും ചർച്ചകൾ ഉണ്ടാകുക. സൂചിപ്പിച്ചോളം തന്നെ സന്ദീപ് വാര്യർ ഇവിടെ ഈ മണ്ഡലത്തെ സംബന്ധിച്ചിട്ട് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ വളരെയധികം ഉള്ള മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്കൊരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഇത്തരത്തിൽ തങ്ങളെ കാണുവാനുള്ള ഒരു സമീപനം സന്ദീപ് വാര്യരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പക്ഷേ സന്ദീപ് വാര്യർ പ്രധാനമായും ഇന്നലെ സൂചിപ്പിച്ചിരുന്നത് BJPക്കുള്ളിലെ അസ്വാരസ്യങ്ങളായിരുന്നു. BJP തന്നെ അവഗണിക്കുന്ന സാഹചര്യമുണ്ടായി, അവിടെ വീർപ്പ് മുട്ടുന്ന സാഹചര്യമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി നാം കാണേണ്ടത് BJP വെറുപ്പിൻ്റെ രാഷ്ട്രീയം പറയുന്ന ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ അവിടെ അതാണ് ഉണ്ടാകുന്നത് എന്ന തരത്തിലേക്കുള്ള ഒരു പ്രതികരണമാണ് സന്ദീപ് വാര്യരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും ഒരു അപ്രതീക്ഷിതമായ നീക്കം വരുന്നു. BJP പാളയത്തിൽ നിന്നും BJPയുടെ സംസ്ഥാന സമിതി അംഗം അല്ലെങ്കിൽ വക്താവ് എന്ന നിലയിൽ നിന്നെല്ലാം മാറി കോൺഗ്രസിലേക്ക് എത്തുന്നു. അതിന് വിഭിന്നമായ ഒരു രാഷ്ട്രീയം സന്ദീപ് വാര്യർ തുറന്നു പറയുന്നു. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റോഡ് ഷോയിൽ ഉൾപ്പെടെ സന്ദീപ് പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് പൊതുയോഗങ്ങളിൽ ഉൾപ്പെടെ സന്ദീപ് പങ്കെടുക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. നാളെ കൊട്ടിക്കലാശമാണ്, ഇന്നൊരു ദിവസമാണ്, ഇന്നും നാളെയുമാണ്. അതിൽ ഏറ്റവും പ്രധാനമായി ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. അതിനാൽ പൊതുയോഗങ്ങളിൽ ഉൾപ്പെടെ സന്ദീപ് വാര്യർ പങ്കെടുക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം BJPയെ സംബന്ധിച്ചും NDAയെ സംബന്ധിച്ചും സന്ദീപ് വാര്യരെ അനുകൂലിക്കുന്ന ഒട്ടനവധി ആളുകൾ BJPയിലും അതുപോലെ തന്നെ ഈ മുന്നണിയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാം ഏതു തരത്തിലായിരിക്കും സന്ദീപ് വാര്യരുടെ ഒരു മാറ്റത്തെ നോക്കിക്കാണുന്നത് അടക്കമുള്ള കാര്യങ്ങൾ BJPയിലും ആശങ്ക സൃഷ്ടിക്കും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം. പക്ഷേ എങ്കിൽ പോലും ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ടെല്ലാം പരാമർശം നടത്തി. സന്ദീപിൻ അവിടെ കോൺഗ്രസിലും ഒരു കസേര കിട്ടട്ടെ എന്ന രീതിയിലേക്കുള്ള പരാമർശമൊക്കെ നടത്തി ലാഘവത്തോടെ പോകുന്നുണ്ടെങ്കിൽ പോലും BJPയെ ചെറുതല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുത കൂടിയാണത്. അപ്പോൾ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് മുൻപ് സൂചിപ്പിച്ചുള്ള തന്നെ ഈ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളെ ഏകീകരിക്കുന്ന ഏത് തരത്തിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഈ സന്ദീപ് വാര്യരുടെ കടന്നുവരവ് അതിനെ ഏത് രീതിയിൽ അത് ബാധിക്കുമെന്നത് സംബന്ധിച്ചെല്ലാം വലിയ വിഷയങ്ങൾ അല്ലെ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിലേക്കൊരു നിലപാട് സ്വീകരിക്കുന്നത്. എന്തായാലും ഈ തങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സന്ദീപ് വാര്യർ ഇത്തരത്തിൽ പൊതുയോഗങ്ങൾ ഉൾപ്പെടെ സംസാരിക്കുന്നത് എന്തായിരിക്കുമെന്ന കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വലിയ ഒരു ആകാംക്ഷയിൽ കൂടിയാണ് പാലക്കാട് മണ്ഡലം. എന്തായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം ഇന്ന് ഈ പൊതുരംഗത്തുണ്ട്, രാഷ്ട്രീയ രംഗത്തുണ്ട്. പാലക്കാടിനെ സംബന്ധിച്ച് ഇന്ന് പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ്. നാളെ കൊട്ടിക്കലാശം നടക്കുന്നു. അതിനുശേഷം നിശബ്ദ പ്രചരണമാണ്. 20-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പാലക്കാടിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും വിവാദങ്ങൾ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് പാലക്കാടിലെ ജനങ്ങൾ, രാഷ്ട്രീയ കേരളം എല്ലാം ഉറ്റുനോക്കുന്നത്. ആദ്യം സൂചിപ്പിച്ചുള്ളത് തന്നെ ഒരുപാട് വിവാദങ്ങൾ ഇടതടവില്ലാതെ ഇങ്ങനെ കടന്നു വരുന്നൊരു സാഹചര്യം പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചുണ്ട്. രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്ത മണ്ഡലം കൂടിയാണ്. അതിനാൽ തന്നെ വരും മണിക്കൂറുകളിലും നാളെയും നാളെ കഴിഞ്ഞുമായി കൂടുതൽ ചർച്ചകൾക്ക് പാലക്കാട് വേദിയാകുന്ന കാര്യത്തിൽ സംശയമില്ല. സ്വപ്ന.